ഒരു ആവറേജ് മലയാളിക്ക് രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് പണ്ട് സ്കൂളിൽ പഠിപ്പിച്ച ആ മരുഭൂമിയുടെ ചിത്രമാണ്. RCM വേൾഡിലേക്ക് നിങ്ങൾ കാലുമുക്കുത്തുമ്പോൾ ഓർമ്മ വരുന്നത് വൃന്ദാവൻ ഗാർഡനാണ് മൈസൂറിലെ. അതുപോലെ ഇതിനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ true example of transformation. ശരിയല്ലേ? യെസ്. അഖില പടം പറഞ്ഞു എല്ലാവരും വിശന്നിരിക്കുകയാണ്, ഇനി ഞാനൊന്നും പറയുന്നില്ല എന്നാണ്. അഖില പടം പറയണോ വേണ്ടോ നിങ്ങൾ പറയണം. താങ്ക് യു മൂർത്തി സാർ ആൻഡ് താങ്ക് യു മൈ RCM ഫാമിലി. അല്ലെ, നിങ്ങളിങ്ങനെ എത്രയും ആവേശത്തോടെ വേണമെന്ന് പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം എല്ലാവരുടെയും ഞാൻ എനിക്കാവായിരുന്നു എൻ്റെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത്. മൂർത്തി സാറിനോട് ഞാനും പറഞ്ഞു ഇത്രയും സമയമൊന്നും നീട്ടിക്കൊണ്ടു പോകേണ്ടായിരുന്നു, വിശന്നിരിക്കുകയാണ് നമ്മുടെ പിള്ളേരെ എന്നൊക്കെ പറഞ്ഞതാണ്. സാറ് കേട്ടില്ല. സാറ് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ സാറ് പറഞ്ഞ പോലെ RCM എന്ന് പറഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ അല്ലേ, ശരിക്കും സത്യമാണ്. ഇപ്പൊ ഈ ഇരിക്കുന്ന ഞാനാണെങ്കിലും വീട്ടമ്മമാരൊക്കെ ഇവിടെ ഉണ്ട്. നമുക്കൊന്ന് നാളെ എന്താണ്, നാളെ നമ്മൾ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്, നാളെ എന്താ ലഞ്ച്, നാളെ എന്താ ഡിന്നർ എന്നൊന്നും പ്ലാൻ ചെയ്യാത്ത ആളുകളാണ്. പക്ഷെ ഈ കമ്പനി നിങ്ങൾ നോക്കണം, ഇവിടെ നടന്ന് കാണണം. ഫോർ ദ നെക്സ്റ്റ് 7 ജനറേഷന് വേണ്ടിയിട്ടുള്ള പ്ലാനും പ്രോജക്റ്റും റെഡിയാക്കി നമ്മളെ മാറിയിരിക്കുന്ന ഡയമണ്ട് ആക്കാൻ വേണ്ടിയിട്ട് അല്ലേ, നമ്മൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ഹൃദയം നമ്മൾ ഇന്നലെ കണ്ടു. അദ്ദേഹം സംസാരിച്ചത് നമ്മൾ കണ്ടു. ഒരു പക്ഷേ നിങ്ങൾക്ക് ഹിന്ദി മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം പറയുന്നത് എന്താണോ ട്രാൻസ്ലേഷന്റെ ആവശ്യമില്ലാതെ അല്ലെ, ഹാർട്ട് ടു ഹാർട്ട് ആ ഒരു ട്രാൻസ്ലേഷൻ ഇന്നലെ നടന്നു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സത്യല്ലേ? അത് ഓർമ്മയിൽ കാണണം. ഇതൊരു ദേവാലയമാണ്, നമ്മുടെ RCM വേൾഡ് ദിവാല എന്ന് പറയുന്നത്. എല്ലാ വർഷവും നമ്മളിവിടെ വരുമ്പോൾ നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാല് ഒരുപാട് സമാധാനം കിട്ടാൻ അല്ലെങ്കിൽ ശാന്തി കിട്ടാനായിട്ട് ഞങ്ങളാണെങ്കിൽ ശബരിമലയോ അല്ലെങ്കിൽ ഗുരുവായൂരൊക്കെ പോവാറുണ്ട് അല്ലെ. ഇപ്പൊ നമ്മുടെ ക്രിസ്ത്യൻസ് ഒക്കെ ആണെങ്കിലും മലയാളത്തിൽ പള്ളിയിൽ പോകുന്നുണ്ടാവും, വേളാങ്കണ്ണിയിൽ പോകുന്നുണ്ടാവും. മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ അവര് മദീനയിൽ പോകുന്നുണ്ടാവും. അവിടെ നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് ആ ശാന്തി അല്ലെങ്കിൽ സമാധാനം, എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു 10 മടങ്ങ് കൂടുതലായിട്ട് എല്ലാ വർഷവും നിങ്ങൾ ദിവാല ഒന്ന് സന്ദർശിക്കും നിങ്ങളുടെ ടീമുമായിട്ട്. അതിലേറെ ആ ഒരു ശാന്തി സമാധാനം അല്ലെങ്കിൽ നമ്മുടെ ഒരു ജന്മം തന്നതിന്റെ ഒരു സല്യൂട്ട് ദൈവത്തോടെ എപ്പോഴും നമ്മൾ പറയില്ലേ, ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യണത് ഈ മണ്ണില് കാല് കുത്തുമ്പോഴാണ്. അപ്പൊ ആ ഒരു സ്ഥലത്ത് വേണ്ടിയിട്ട് തന്നെ നമ്മൾ എല്ലാ വർഷവും ലീഡേഴ്സിനെ വിളിക്കുമ്പോൾ ദിവാല സന്ദർശനത്തിന് വിളിക്കുമ്പോൾ എന്തൊക്കെ കാരണമുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇതിന് പ്രയോറിറ്റി കൊടുത്ത് നമ്മൾ വരണം. ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. കയ്യിലെ കാശില്ലാത്ത സമയത്ത് പോലും ഇവിടെ വന്ന് സന്ദർശിച്ചിട്ടുണ്ട്. പണ്ട് മുറിസാർ ദിവാല സന്ദർശനത്തിന് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സന്ദർശനം, അതിന് ഞാനൊരു പ്രാന്തിയിരിക്കുന്ന സമയത്താണ് മാനസിക രോഗി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗംഗ മനുഷ്യർക്കല്ല ഗംഗയാണ് മാനസിക രോഗി എന്ന്. 2006-2007 യഥാർത്ഥ ഗംഗ ഞാനായിരുന്നു. എന്റെ വല്ലാതെ ഗംഗയ്ക്ക് പറ്റിയിട്ടില്ല. പക്ഷെ എന്തോ മുറിസാറിന്റെ ഭാഗ്യം ഞാൻ ആദവരിയായിരിക്കുക എന്നുള്ളത്, അതിന് RCM സംബന്ധിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ ആ സമയത്ത് മുറിസാറിന്റെ സന്ദർശനം നടത്തിയ സമയത്ത് ഞാൻ ഉള്ളിൽ കാത്തിരിക്കുകയായിരുന്നു. ഏതോ ഒരു പൊട്ടക്കമ്പനിയാവും ഇതൊക്കെ കണ്ടാൽ എഴുതിയൊക്കെ കണ്ടിട്ട് വരുമ്പോ ഇദ്ദേഹത്തിന്റെ ആ ഒരു അദ്ദേഹത്തിന്റെ ഡിറ്റർമിനേഷൻ, RCM ഒരു പ്രൊഫഷണാലിറ്റി എടുക്കും എന്നുള്ള ഒരു ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ ആ ഒരു തീരുമാനം അദ്ദേഹം മാറ്റുന്നുണ്ടാവുന്ന സന്തോഷത്തോടെ ഞാൻ കേരളത്തിൽ കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹം ആ ഒരു തീരുമാനം പറയുമെന്ന്. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു എനിക്ക് MD കാണാൻ, നമ്മുടെ TCG കാണാൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായി. അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് വിതുമ്പി പോയി എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ വിചാരിച്ചു ഇവിടുന്ന് പോകുമ്പോഴേ മുഴുവട്ടായിട്ടാണ് പോയത്. അവിടെ എത്തിയപ്പോൾ വട്ടിന്റെ വട്ട് ഇദ്ദേഹത്തിന് കൂടിയോന്ന് വിചാരിച്ചു. പക്ഷേ ഇദ്ദേഹം പറഞ്ഞത് TCG ഇദ്ദേഹത്തോട് പറഞ്ഞു, മൂർത്തി സാറിനോട് പറഞ്ഞു, RCM ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷൻ ആക്കിയിട്ട് തന്നെ എടുക്കണമെന്നുള്ള സംശയം TCGക്ക് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. മൂർത്തി സാറിനോട് ചോദിച്ചു, പാർട്ട് ടൈം ആയിട്ട് ചെയ്താൽ പോരെ, ഫുൾ ടൈം വേണോ? കാരണം വേറെ ഇൻകം ഒക്കെ കിട്ടാൻ കുറെ താമസിക്കും, വരുമാനമൊക്കെ കിട്ടാൻ കുറെ താമസിക്കും എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളാണെങ്കിൽ വാടക വീട്ടില് മകന്റെ വിദ്യാഭ്യാസം ഒരുപാട് ചലഞ്ചസ് ഞങ്ങളുടെ മുന്നിലുണ്ട്. പക്ഷേ മൂർത്തി സാറിന്റെ ധൈര്യം അപാരായിരുന്നു. അത് നമ്മുടെ TCGയെ പോലും അത്ഭുതത്തിലാക്കുന്ന പോലെ അദ്ദേഹം മറുപടി കൊടുത്തു.
ഞാൻ എടുത്ത തീരുമാനത്തിന് മാറ്റമില്ല. ഞാൻ എടുത്ത കാല് മുന്നോട്ട് തന്നെയാണ്. ആർസിഎം ഞാനൊരു പ്രൊഫഷൻ ആക്കി എടുക്കാൻ തന്നെ തീരുമാനിച്ചു എന്നുള്ളത് അത് എന്നെ അറിയിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് മതിപ്പ് തോന്നിയത് TCGയോടാണ്. ഒരു സ്ഥാപനത്തിന്റെ ഉടമ ഒരിക്കലും ഒരു ക്രൂക്കഡ് മൈൻഡുള്ള ആളാണെങ്കിൽ മൂർത്തി സാർക്ക് ഈ ഒരു ഉപദേശം കൊടുക്കില്ല, പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നു അങ്ങനെയൊന്നും പറയില്ല. അദ്ദേഹം എത്ര ശുദ്ധ ഹൃദയനാണ്, എത്ര നല്ല ഒരു ഹൃദയത്തിന് ഉടമയാണ് എന്നുള്ളത് ആ ഒരു വാക്കിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ശരിക്കും പറഞ്ഞാല് ആ ഗംഗയിൽ നിന്നും നാഗവലിയിൽ നിന്നൊക്കെ ഇന്ന് ഒരുപാട് സന്തോഷിക്കുന്ന, ഒരുപാട് എന്താ പറയുക സംതൃപ്തി അല്ലെങ്കിൽ ഒരു ഭയങ്കര ഈ ഒരു ജന്മം എന്താ പറയുക ഈശ്വരൻ സഫലമാക്കിയെന്ന് വിശ്വസിക്കുന്ന ഒരു തലത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റിയത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ നിൽക്കുന്ന ഈ ഒരു മണ്ണ്, ഇവിടുത്തെ നമ്മുടെ TCG, ഈ ഒരു നമ്മുടെ ടീം നോക്കൂ, ഈ ഒരു കോർഡിനേഷൻ നിങ്ങളിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വിശ്വസിക്കണം. നമ്മുടെ നെക്സ്റ്റ് 7 ജനറേഷനുള്ള പ്ലാനും പ്രോജക്റ്റും തയ്യാറാക്കിയ ഈ ഒരു കമ്പനി ഇതെന്തുകൊണ്ട് ബെസ്റ്റ് പ്രൊഫഷൻ ആയിട്ട് ആളുകൾ ഇന്ന് അംഗീകരിക്കുന്നു. ആ യാഥാർത്ഥ്യം ഇന്ന് ഒരുപാട് പേര് മൂർത്തി സാറ് മാത്രമല്ല വിജയിച്ചു നിൽക്കുന്നത്. ഒരു വ്യക്തി സഫയർ ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ആലോചിക്കണം, അദ്ദേഹത്തിന്റെ കൈകളിലൂടെയാണ് 6.5 കോടി ഇൻകം ആ ടീമിലുള്ള ആളുകൾക്ക് അവരുടെ വർക്കിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ പൊസിഷൻ അനുസരിച്ച് അത് ഡിവൈഡ് ചെയ്തു പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. മൂർത്തി സാറിനോട് പണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ഇത്ര സ്മാർട്ടായിട്ടുള്ള ലീഡറൊന്നും അല്ല, അത്രയൊന്നും സ്മാർട്ടായിട്ട് നല്ല സ്മാർട്ടായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ആളുകൾക്ക് മാത്രമേ ഡയറക്റ്റ് മാർക്കറ്റിംഗ് പറ്റൂ എന്നുള്ളത്. കാരണം അന്ന് അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും എനിക്ക് പിടിച്ചു വലിക്കണമല്ലോ. അപ്പൊ ഞാൻ പല ഉപായങ്ങളും സ്വീകരിച്ചിരുന്നു. അന്ന് ഞാൻ അധ്യാപികയായിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്കറിയാം ഞങ്ങൾക്ക് ട്രെയിനിങ് തരുന്ന ആളുകൾ അവർ സംസാരിക്കുന്നത് മൂർത്തി സാർ സംസാരിക്കുന്നത് ഒരുപാട് അന്തരമുണ്ട്. ഞാൻ പറയായിരുന്നു അവർക്ക് അങ്ങനെ വരുമ്പോൾ ഈ സ്റ്റേജ് കുലുക്കി മറിക്കുന്ന തരത്തില് അടിപൊളിയായിട്ട് സംസാരിക്കുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ മുമ്പിൽ നമ്മൾ ആ ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആർസിഎമ്മിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മുടെ വാക്കുകളുടെ സ്മാർട്ട്നെസ് വേണം, നമ്മൾ പറയുന്നതിൽ ഒരുപാട് സ്മാർട്ട്നെസ് കൊണ്ടുവരാനുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞ് എനിക്കൊരു ഭയങ്കര സംശയം ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ ആർസിഎം അത് തെളിയിച്ചു എന്നുള്ളതാണ്. ഏതൊരു സ്മാർട്ട് അല്ലാത്ത ആളുകൾക്കും ഏതൊരു സാധാരണക്കാരനും ഉള്ളിൽ ആർസിഎമ്മിന് നേരത്തെ ഗിരീഷ് സാർ പറഞ്ഞ പോലെ ഫയർ ഉള്ളിലുണ്ടെങ്കിൽ, ഞാൻ വിജയിക്കുന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഏതൊരാൾക്കും ഇന്ന് ഈ സാധാരണ മനുഷ്യനെ പോലെ തന്നെ വിജയിച്ച് ഞങ്ങളുടെ ജീവിതം തന്നെ അതൊരു വലിയ മെസ്സേജാണ്. ഇന്ന് ആർസിഎമ്മിൽ നിങ്ങൾ വിജയിച്ച് കാണുന്ന ഈ മുമ്പിലിരിക്കുന്ന ആളുകളെയൊന്നും സത്യം പറഞ്ഞാൽ ഒരു ഇംപ്രഷൻ ഉണ്ടായിരുന്നില്ല. ഇന്ന് നിങ്ങളെ കാണുന്ന ആളുകളൊന്നും ഇതുപോലെ ആയിരുന്നില്ല. അവരെയൊക്കെ ആർസിഎം ട്രാൻസ്ഫോം ചെയ്ത് മാറ്റിയെടുത്തതാണ്. പണ്ട് ഞാൻ ഒരു മൈക്ക് പിടിച്ചിട്ട് ഒരു ഗുഡാർസിയം ചെയ്യാർസിയം പറയുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. മൂർത്തി സാറിനോട് ഞാൻ ചോദിക്കും, ഗുഡാർസിയം ആദ്യം പറയണോ ചെയ്യാർസിയം ആദ്യം പറയണോ? അത്രയും ഒരു പേടി അല്ലെങ്കിൽ ഒരു പ്രാവർത്തിയായി. അത് നമുക്ക് എന്താ പറയാ, നമ്മളെ ഇങ്ങനെ മാറ്റി ട്രാൻസ്ഫോം ചെയ്ത് ഒരു പ്യൂർ സോൾ ആക്കി മാറ്റുന്ന വലിയൊരു പ്രസ്ഥാനമാണ്. ആ ഒരു കുടക്കീഴിൽ നിൽക്കാനായിട്ട് ഈ ഒരു ലോകം മുഴുവനും നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. നന്മയുള്ള ആളുകളിലെ ആ ഒരു നെറ്റ്വർക്ക് നമുക്ക് എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്ത് അല്ലെ, എന്നിട്ട് വേണം നമുക്ക് TCGയോട് പറയാൻ, നമ്മുടെ കേരളം 100% സാക്ഷര കേരളം ഇന്ന് TCGയോട് കൂടെയുണ്ട് എന്നുള്ള തീരുമാനം നമുക്ക് സാധിക്കും. 100% നമ്മുടെ കേരളത്തിലുള്ള ആളുകളെ ആർസിഎം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളാക്കി മാറ്റാനായിട്ട് ഉള്ള ഒരു നല്ല തീരുമാനം എടുത്തിട്ട് പ്രാർത്ഥനയോടുകൂടി വേണം ഈ ഒരു ദേവാലയത്തിൽ നിന്നും ഇന്ന് നമ്മൾ വിട പറയാനായിട്ട്. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഗുഡ് ആഫ്റ്റർനൂൺ.